ഹായ് നമസ്കാരം. കുട്ടനൊരു പാട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്ക്രീനിൽ നമ്പർ കാണുന്നുണ്ടല്ലോ, ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ. കോൾ കണക്റ്റ് ആകുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വയ്ക്കാൻ മറക്കരുത്. പിന്നെ കോട്ടയംകാരനായ ഒരു അതിഥിയാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ FB, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തത്സമയം കാണാൻ സാധിക്കുമെന്നറിയാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ് കോട്ടയംകാരനാണെന്ന്. അദ്ദേഹം ഒരു മികച്ച ഗായകനാണ്, സ്റ്റേജ് സിംഗറാണ്, സംഗീത സംവിധായകനാണ്. അതുമാത്രമല്ല നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, എഡിറ്ററാണ്, ഡിസൈനറാണ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം മനു തിരുമംഗലം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? കുറിയൊക്കെ തൊട്ട് ഭക്തനായിട്ടിരിപ്പുണ്ട്. ശരി, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ആദ്യം ഏത് പാട്ടാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊടുക്കുന്നത്? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു മനോഹരമായ പാടുന്ന പുഴ എന്ന് പറയുന്ന ചിത്രത്തിലെ ഹൃദയ സരസില എന്ന് പറ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്രമിനീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൽ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗ തപോവന സീമയിൽ, എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി, ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി, ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര ഹൃദന്തം ചാർത്തി, എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി, ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്രമിനീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ,
ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗോൾഡൻ മെലഡി എന്ന് തന്നെ പറയാം അല്ലേ ഈ ഗാനം. മനോഹരമായ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ. ആ ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ. പുതിയ ആളിന് അത്ര പരിചയമില്ല, ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരാളാണ്. ആണോ, അത് ശരി. പേര് പറയാമോ? എന്റെ പേര് ബിനു. ബിനു. ഹായ് ബിനു, നമസ്കാരം. ഏത് സ്ഥലത്തു നിന്നാ വിളിക്കണേ? ഞാനും തിരുവനന്തപുരം വെങ്ങാനോ. ഓ, തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, സംസാരിച്ചോളൂ. ബിനു എന്നാണ് പേര്. ഹലോ, നമസ്കാരം. 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 എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഓക്കെ ഓക്കെ ഓക്കെ. ബിനു എന്ത് ചെയ്യുന്നു? ഒരു പഴയ മനുഷ്യമൃഗ സിനിമ. ഓക്കെ. ഇപ്പൊ പാട്ടാണോ ചോദിച്ചത്? ജയൻ അഭിനയിച്ച സിനിമയാണ്. ജയനാണ് മനുഷ്യമൃഗം. ഒരു കസ്തൂരി മാൻമിഴി മലർച്ചരമേതോ. ഓക്കെ ഓക്കെ, അറിയാലോ അല്ലേ? അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് മനു പാടിത്തരും. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. പാടിക്കൊടുത്തല്ലോ, നമുക്ക് രണ്ടുപേരും പാടാം. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി. സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്റ്റേജുകളിലൊക്കെ പാടി അല്ലേ? ഒരുപാട് പ്രാവശ്യം പാടുന്നൊരു പാട്ടാണ് അല്ലേ? മനു, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. സിംഗറാണ്, ഫോട്ടോഗ്രാഫറാണ്, എഡിറ്ററാണ്, ഡിസൈനറാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, സംഗീത സംവിധായകനാണ്. എനിക്ക് വയ്യ, ഇതിനെല്ലാം കൂടെ സമയമുണ്ടല്ലേ? എല്ലാം കൂടെ ഒപ്പിച്ചുകൊണ്ട് പോകും. ശരി, ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? കൂടുതലും പാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്ങും. ശരിക്കും യഥാർത്ഥ ജോലി ഡിസൈനറാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സംഗീത രംഗത്തേക്ക് വന്നതും കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാലോ? കുടുംബത്തിൽ ഇപ്പോൾ അമ്മ, 2 സഹോദരങ്ങളുണ്ട്, ഒരു പെങ്ങളുണ്ട്. ചേട്ടൻ പാട്ടുകാരനാണ്? ചേട്ടൻ സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്. മനോജ് തിരുമംഗലം. അപ്പോൾ താമസിയാതെ നമ്മുടെ കുട്ടനൊരു പാട്ടിൽ വരും അല്ലേ? പിന്നെ തീർച്ചയായും. പിന്നെ 2 മക്കള്, അമ്മ, വൈഫിന്റെ പേര് ദിവ്യ. ദിവ്യ ഒരു പാട്ട് എഴുതി അല്ലേ? ദിവ്യ സംഗീത സംവിധാനം ചെയ്തു, ഭർത്താവ് സംഗീത സംവിധാനം ചെയ്തു, ഭാര്യ എഴുതി, പാടിയതാരാണ്? ഞാനാണ്. അല്ല, കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ പാട്ടുകാർ, വേറെ ഉണ്ട്. ഒരു കോറസ് പാടാൻ ആളുണ്ട് അവിടെ. അതെ, എല്ലാം ഉണ്ട്. വീടിനടുത്തൊരു അമ്പലമുണ്ട്, മലമേക്കാവ്, പിന്നെ കുറ്റിക്കാട്ടമ്പലം. ഓക്കെ ഓക്കെ. അപ്പൊ അമ്പലങ്ങളിൽ 2 പാട്ടുകളൊക്കെ ചെയ്തു. ശരി, നമുക്ക് അടുത്തത് ഏത് പാട്ടാണ്? അടുത്തത് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. സലിൽ ചൗധരിയുടെ മനോഹരമായൊരു മലയാളത്തിൽ ചെയ്ത കാതിൽ തേൻമഴയായി. സൂപ്പർ. തുമ്പോളിക്കടപ്പുറം. പാടിക്കോളൂ. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കൊളുത്താരോ, മധുരമായി പാടും അണിശങ്കുകളായി. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. ഒഴുകുന്ന താഴമ്പൂമണമിതു നാമിന്നും പറയാതെയൂർത്തിടും അനുരാഗഗാനം പോ.
ഒഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെയോർത്തിടും അനുരാഗാനം പോലെ ഒരു കുന്നു കൂടുന്നിതാ, ഒരു കുന്നു കൂടുന്നിതാ. മലക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരേ മുത്തു ഞാനെടുക്കും. അതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. നമുക്കൊരു കോൾ ഉണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം മേഡം. എന്തുണ്ട് വിശേഷം? അനീഷ് അല്ലേ, തലശ്ശേരിന്ന്? അനീഷ്, തലശ്ശേരി. പറയൂ അനീഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കല്ലേ? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോണു. ഞങ്ങളുടെ ഗസ്റ്റ്, ഓ ഞങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഗസ്റ്റിനെ കണ്ടല്ലോ, സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം സർ. പിന്നെ എനിക്ക് നമ്മുടെ കുറച്ചൊരു പഴയ സോങ് ഇല്ല, അമരം ഫിലിമാണെന്ന് തോന്നുന്നു. അമരത്തിലെ പാട്ട്. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ചെറിയ ചൂടുണ്ട്. ഇങ്ങനെ ചൂടുണ്ട്. എന്നാ ഉണ്ട് വിശേഷം എന്നാ ചോദിച്ചോട്ടെ. കോട്ടയംകാരനാണ് കേട്ടോ, പക്ഷെ കോട്ടയം അച്ചായനല്ല. ശരി അനീഷ്, എന്തായാലും ചോദിച്ച പാട്ട് പാടിത്തരാം. താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ. അഴകേ അഴകേ. അഴകേ അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ. കരളേ നീ എൻ്റെ കിനാവിലെ മുത്തു പൊഴിക്കരുതേ. പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരക വീണതെന്നൊമ്പരം. ഒരു കുടന്നയിൽ കൂടി നിന്നു ഞാൻ നിന്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു വിളയഴകാമെൻ അഴകേ. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ. കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ. എന്തായാലും നമ്മുടെ ഗസ്റ്റ് അനീഷ് ചോദിച്ചത് പഴയ പാട്ടെന്നാണ്. അമരമൊക്കെ പഴയതായി എന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. അല്ല, അതെ, ഇടക്കാലത്തെ ഒരു പാട്ടാണ്. എനിവേ നമ്മളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടാ അല്ലേ? രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടാണ്. അതെ അതെ, നമ്മള് ഗാനമേളയ്ക്കൊക്കെ പാടുമ്പോൾ നമ്മുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ നമുക്ക് പാടാൻ പറ്റുന്നുള്ളതാണ് അല്ലേ? ശരി, ഗാനമേള ഫീൽഡിനെ കുറിച്ചൊക്കെ പറയൂ. എന്ന് തൊട്ടാണ് പാടി തുടങ്ങി? ഞാൻ മിമിക്സ് ഗാനമേളയിലൂടെയാണ് ഈ രംഗത്ത് വരുന്നത്. ഓ, അപ്പൊ അതെ, അതിലേക്കൊക്കെ വരാനുണ്ട്. പറയാം. മിമിക്സ് ആണ് അല്ലേ? മിമിക്സ് ഗാനമേള. അതില് സിംഗർ ആയിരുന്നോ? ഞാൻ 8 വയസ്സിലാണ് സ്റ്റേജിൽ ആദ്യമായി കയറുന്നത്. അപ്പം ഫീമെയിൽ ടോൺ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായി പാടിയ പാട്ട് പാടി ഉറക്കാൻ തുടങ്ങുന്നത് ഫീമെയിൽ ആയിട്ടാണ്. അതെ അതെ അതെ. ഇപ്പൊ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പാട്ടൊക്കെ പാടി കേട്ടപ്പോഴേ പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയി നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു ഗായകന്റെ, ഒരു സംഗീത സംവിധായകന്റെ ശബ്ദമാണ്. ആരാണ്? വിദ്യാധരൻ മാസ്റ്റർ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ. ശരിക്കും വിദ്യാധരൻ മാസ്റ്റർ ഇപ്പൊ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ വിദ്യാധരൻ മാസ്റ്റർ പാടുന്ന പോലെ തോന്നി എനിക്ക്. ആദ്യത്തെ പാട്ടൊക്കെ കേട്ടപ്പോ എസ്പെഷ്യലി അങ്ങനെയൊക്കെ തോന്നി. അപ്പൊ അങ്ങനെ പറയാറുണ്ടല്ലേ ആളുകൾ? ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ മ്യൂസിക് ചെയ്തൊരു പാട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തായിരുന്നു, വിദ്യാധരൻ മാസ്റ്റർക്ക്. അപ്പൊ അദ്ദേഹം എന്റെ വോയിസ് കേട്ടു. അദ്ദേഹം പറഞ്ഞു, എടാ എന്റെ വോയിസ് പോലെ തന്നെയാണല്ലോ നിന്റെ വോയിസ്. അങ്ങനെ ഒരു പ്രശസ്ത ചാനലിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാധരൻ മാസ്റ്റർ വോയിസ് ചെയ്തായിരുന്നു ഞാൻ. അങ്ങനെ ആ പാട്ടൊന്ന് പാടിയാണ്. അത് കഥാവശേഷണം എന്ന് പറഞ്ഞ ചിത്രത്തിലെ അദ്ദേഹം പാടിയ പാട്ട്, അദ്ദേഹം തന്നെ പാടി. എം ജെ ചന്ദ്രൻ മ്യൂസിക് ചെയ്ത പാട്ട്. കണ്ണുനട്ട് കാത്തിരുന്നിട്ടു. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്?
പൊന്നുകൊണ്ടു വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? ആ വോയിസിനകത്തൊക്കെ സ്ക്രാച്ച് ഒക്കെ വരത്തില്ലേ മാഷ് പാടുമ്പോ അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണ്. ആ വിശേഷത്തിലേക്ക് പോവാം. ഒരു കോൾ ഉണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. കുഞ്ഞുമോൻ ജോസഫ്. കുഞ്ഞുമോൻ ജോസഫ്, ആലപ്പുഴ. നമസ്കാരം സാർ. അതെ അതെ. എന്തുണ്ട് വിശേഷം? കളർകോടാണ് എന്റെ താമസം. സർ കേട്ടില്ല. കളർകോടാ എന്റെ താമസം, ആലപ്പുഴയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് കളർകോട്. അത് നല്ലൊരു വ്യത്യസ്തമായൊരു പേരാണല്ലേ സർ? നമ്മളിപ്പോ ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന 3 പേർക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ നേരുന്നു. ഞങ്ങളുടെയും. പറഞ്ഞോളൂ സാർ. ഒരു പഴയ പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. ദേവി കുളിരൂ പാരുളിയോ അനുദിനമനുദിനമിന്നിറയും ആരാധന ബഹുരാഗം ദേവി തിരിയേ കുളിരൂ പാരുളിയോ. ആ പാട്ട് പാടണോ സാർ? ഇപ്പൊ പാടിയില്ലേ? അതോ ഇനി വേറൊരു പാട്ട് പാടി തന്നാ മതിയോ? ഏതാണ്? എന്താ വേണ്ടേ? അതെ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലേതെങ്കിലും ഒരു പാട്ട് പാടിത്തരാം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കാമോ? രണ്ടുപേരും പാടും. പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും നാണം. പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ കുരുവീണക്കുരുവീ. നല്ല പാട്ട്. താങ്ക് യു മനു. നമ്മൾ കുറെ ക്ലാസ് സോങ്സ് ഒക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. മലയാളം പാട്ടുകളാണ്. നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു തമിഴ് പാട്ട് പാടാം. ഓക്കെ, തീർച്ചയായും. ഏത് പാട്ടാണ് ഇഷ്ടഗാനം? രാജാ സാറിന്റെ തന്നെ മനോഹരമായ പൂവേസൻ പൂവെന്ന്. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. പാടിക്കോളൂ. பூவே சென் பூவே உன் வாசம் வரும் வாசம் உன் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். பூவே சென் பூவே உன் வாசம் வரும் பூவே சென் பூவே. நிழல் போல நானும் நிழல் போல நானும் நடை போல நீயும் தொடுகின்ற பந்தம் நெடுகின்ற சொந்தம் கடல்வான கூட நிறமாற கூட மனம் கொண்ட பாசம் தடமாற்றிடாது. நான் செய்த பாவம் என்னோடு கோபம் நான் என்றும் நான் தான் என்னோடு கோபம் என்னாலும் என்னாலும் சங்கீதமே வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல். பூவே செம்பூவே உன் வாசம் வரும் பூவே செம்பூவே.
നമ്മളെ മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയ കലാകാരൻ ഡെറിക്കാണ്. നമസ്കാരം ഡെറിക്. മനോഹരം. ശരി, നമ്മൾ നേരത്തെ പറഞ്ഞു, എനിക്ക് വിദ്യാധര മാസ്റ്റർ പിന്നെയും തമിഴ് പാടുന്ന പോലെ തോന്നി. നമുക്കൊരു കോളുണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. ആനന്ദൻ അല്ലേ? ഗുരുവായൂരന്നല്ലേ? നമസ്കാരം. മനസ്സിലായി. അതാണ്, കണ്ണന്റെ നാട്ടിൽ നിന്നും വിളിക്കാണ്. ആനന്ദം എന്ന നല്ലൊരു വൈബുള്ളൊരു പേരാണ്. എല്ലാം മനസ്സിലായി. നമസ്കാരം. ഹലോ, കേട്ടില്ല. ആണല്ലേ? ഓ, അതൊക്കെ കണ്ടിട്ടാണോ ഞങ്ങളെ വിളിക്കുന്നത്? എന്നിട്ട് പക്ഷെ ഒരു ഉത്സാഹമൊന്നുമില്ല, ക്ഷീണമായോ ശബ്ദത്തിൽ? ഒന്നുമില്ല, ചൂടിന്റെ ക്ഷീണമാണല്ലേ? നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഗസ്റ്റുമായിട്ട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം. എനിക്ക് വേണ്ടത് എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ അറിയോ? മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ലിറിക്കിന് ചെറിയ പ്രശ്നമുണ്ടെന്നാ പാട്ടിന്റെ. മറ്റൊരു പാട്ട് ചോദിക്കാമോ? എന്റെ മൺ വീണയിൽ അത് ഞാൻ ചോദിക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സോങ് ആനന്ദൻ സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് പാടിത്തരാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് പാട്ടിന്റെ ലിറിക്സ് നമുക്ക് ലിറിക്സ് നോക്കിയിട്ട് നെക്സ്റ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ പാട്ട് പാടിത്തരുന്നതായിരിക്കും. ഇപ്പോ ഏത് പാട്ടാണ് പാടുന്നത്? ആനന്ദൻ സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് പാടിക്കൊടുക്കാം. രവീന്ദ്ര മാസ്റ്ററിന്റെ ഒരു മനോഹര ഗാനം, കന്മറ എന്ന ചിത്രത്തിലെ സൂപ്പർ സൂപ്പർ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ഓക്കെ. വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തെന്നലോ മഞ്ഞാട മാറ്റിയൊടുക്കും മഴവിൽ തിടമ്പേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞു കുയിലോ തെന്നലോ കുടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ പൊഴിയാക്കിനാവെല്ലാം മഴയായി തുളുമ്പും ചാരെ ഒരുപാട് സ്നേഹം തേടും മനസ്സിൻ പുണ്യമായി മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവിട് ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവിട് ചിന്തുണ്ടേ വീണ്ടും വിദ്യാധര മാസ്റ്ററിലേക്ക് തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടും പാടുമ്പോഴും ആ ഒരു ടോൺ ഇങ്ങനെ വരുന്നുണ്ട്. അത് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നോ അതോ അല്ലാതെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വന്നതാണോ? ഇടക്കാലം കൊണ്ട് ഇങ്ങനെ ടോണിലേക്ക് നമ്മൾ പാട്ട് ചെയ്ത് പാടിയാലും ആ ഒരു ടോണാണ് വരുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. ശരി, അതൊരു പോസിറ്റീവ് തീർച്ചയായും അത്ര ലെജൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് സാമ്യമാണെന്ന് പറയുമ്പോൾ അത് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളൊക്കെ കിട്ടട്ടെ. പിന്നെ ഈ മിമിക്സിൽ ആണെന്ന് പറഞ്ഞു, ഒരുപാട് ശബ്ദങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഗായകർ, അതായത് ഫീമെയിൽ ശബ്ദത്തിലൊക്കെ ഇപ്പം പാടി ശ്രദ്ധ നേടിയല്ലോ. ആ വിശേഷങ്ങളെന്ന് പറഞ്ഞാലോ? അത് ഞാൻ ആദ്യം മിമിക്സ് ഗാനങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ മറ്റുള്ള കലാകാരന്മാർ അതിലൂടെയാണ് ഞാൻ വരുന്നത്, ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം നിലവിൽ 25 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. എൻ്റെ ചേട്ടനാണ് എന്നെ കൊണ്ടുവരുന്നത്, അമ്മയാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം. പിന്നെ പിന്നീട് ഗാനമേളയിലേക്കും ചെറിയ പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ നിലവിൽ
ഒരു ഗാനമേള ട്രൂപ്പ്, സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ട്, വൈഗ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് കോട്ടയത്ത് തന്നെ. അത് കൂടാതെ കോട്ടയത്ത് ഒരു അഭയമന്ദിരമുണ്ട്, സ്നേഹക്കൂട് എന്ന് പറഞ്ഞ്, അവരുടെ ഒരു ഗാനമേള ട്രൂപ്പുണ്ട്, സ്നേഹക്കൂട് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ഗാനമേള ട്രൂപ്പ്. അത് അവിടുത്തെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെറിയ രീതിയിൽ സന്തോഷത്തിന് വേണ്ടി. നല്ല കാര്യം. അപ്പം ഇപ്പൊ നിലവിൽ അത് പ്രൊഫഷണലായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓ ശരി. അപ്പൊ എന്തായാലും അതിനകത്തൊരു ചാരിറ്റി ഉണ്ട്. പിന്നെ തീർച്ചയായും നിഷ മേഡം എന്ന് പറഞ്ഞ ഒരു മേഡമാണ്, അദ്ദേഹത്തിന്റെയാണ്. ആയിക്കോട്ടെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നന്നായിട്ട് പോട്ടെ. ആ സന്തോഷത്തോടെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാണ്? അടുത്ത സുറുമ എഴുതിയ മൊഴികളെ. ഇല്ല, നല്ല ലിസ്റ്റാണ്. പാടിക്കോളൂ. ഈ മേജർ സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമ എഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീർത്തി ജാലമേറിയുവതെന്തിനോ, ജാലകത്തിരശീല നീർത്തി ജാലമേറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെറിയുവതെന്തിനോ, സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമ എഴുതിയ മിഴികളെ. നമുക്കൊരു കോൾ ഉണ്ട്. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. കനകലത. അതെ. എവിടുന്നാണ്? പെരിന്തൽമണ്ണ അല്ലേ? പെരിന്തൽമണ്ണ. ഓക്കെ. അവിടെ എന്തുണ്ട് വിശേഷം? ചൂടല്ലാതെ. നല്ല വിശേഷം, നല്ല ചൂടാണ്. ചൂടല്ലാതെ എന്തുണ്ട് വിശേഷം? അതെ, ചൂടാണല്ലേ, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ല ചൂടാണ്. ചൂടാണ്, എന്ത് ചെയ്യാനല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മഴയൊക്കെ പെയ്യണേന്ന്. അതെ അതെ, പ്രാർത്ഥിക്കാം. കുറച്ച് പ്രായമായവർക്കൊക്കെ മഴ വേണ്ടേ? അതെ അതെ, പറ്റണില്ല. ശരിയാ. ഇനി വരുന്ന ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട്. അപ്പൊ ശ്രദ്ധിക്കൂ കേട്ടോ, അസുഖങ്ങളൊന്നും പിടിപെടാതെ നോക്കൂ. ഓക്കെ, നമ്മുടെ ഗസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നില്ലേ മനു? സംസാരിക്കണം. പിന്നെ എനിക്കിത് കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരിന്റെ കോഴിക്കോടെ ബീന, റീജ, അവരുടെ കുട്ടികൾക്ക് ഒരു ഹായ് പറയണം. ഓ, ബീന, റീന കുട്ടികൾക്കെല്ലാം ഞങ്ങളുടെ ദൂരദർശന്റെ എല്ലാവരുടെയും ഹായ് 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 ഹായ്. ചോറൊക്കെ ചേച്ചി? പിന്നെ ഈ സമയം ഇനിയിപ്പോ ചായ കുടിക്കാറായല്ലേ? ചായയൊക്കെ കൊണ്ടാണ് ഞങ്ങള് കൂട്ടിനൊരു പാട്ടിന് നമ്മുടെ പ്രേക്ഷകർ വരുന്നത് അല്ലേ? ഞാൻ അധികം കേൾക്കാറില്ല ഒരു പരിപാടിയെ കുട്ടികളേത്. ഓക്കെ, പറയൂ. ഏതെങ്കിലും പാട്ട് ചോദിക്കാനുണ്ടോ? അറിയാമെങ്കിൽ പാടിത്തരാം. എനിക്ക് ഒരു പഴയ പാട്ട് അറിയാൻ മതിയായിരുന്നു. ഏതറിയോ? ഏത് പാട്ടാ? തുറന്നു വലിയ മുന്തിരി പൂത്തുവിരിഞ്ഞു നീലോൽപലമീ നീലോൽപലമീ നീ മാത്രമെന്തിനുറങ്ങി. കനകലത എന്തായാലും ഒരു വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. വരിയെല്ലാം പാടി തന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ കനകലത പാടിത്തരാട്ടോ ഈ പാട്ട്. താങ്ക് യു സോ മച്ച്. പാട്ട് പാടിയല്ലോ, വരി എന്തെങ്കിലും കിട്ടിയല്ലോ. തീർച്ചയായും പഠിക്കും.
പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടന്നു, നീലോൽപലർമിഴി നീലോൽപലർമിഴി, നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടന്നു, നീലോൽപലർമിഴി നീലോൽപലർമിഴി, നീ മാത്രമെന്തിനുറങ്ങി. മനു, നമുക്ക് ആദ്യം തന്നെ ഒരു കോളാണ് കേട്ടോ. ഹായ്, നമസ്കാരം. കൂട്ടിനൊരു പാട്ടിലേക്ക് സ്വാഗതം. ഹലോ, കോട്ടയംകാരനാണ് മോഹനൻ അല്ലേ? ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം മോഹനൻ സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, ഞങ്ങള് കേൾക്കുന്നുണ്ട്. എന്റെ ഒരു കോട്ടയത്ത് വിളിക്കാണ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ കോട്ടയംകാരനായ ഒരു പാട്ടുകാരനാണ് നമ്മുടെ കൂട്ടുകാരനായിട്ട് എത്തിയിരിക്കുന്നത്. സംസാരിച്ചോളൂ. മനുവല്ലേ, മനുവിന്റെ അതുകൊണ്ട് മനുവിന്റെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുവായിരുന്നേ. ആണല്ലേ? അറിയാമോ? അതെ അതെ. പരിചയക്കാരനാണോ മോഹനൻ? പരിചയക്കാരല്ല, പൂവന്തുരുത്തെന്ന് പറയും. ഓ ശരി ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ, വിശേഷമൊക്കെ ചോദിക്കൂ, പാട്ട് ഏതാ വേണ്ടെന്നൊക്കെ ചോദിച്ചോളൂ. ഹലോ, അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മനു. ഹലോ മോഹനൻ ചേട്ടാ, പറ. സുഖം. ഓക്കെ 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 ഓക്കെ. ഏതെങ്കിലും പാട്ട് ചോദിക്കുന്നുണ്ടോ എന്തോ മോഹനൻ ചേട്ടാ? പാട്ട് ടിവിയുടെ വോളിയം കൂട്ടി വെച്ചേക്കോ കേട്ടോ. നമുക്കേ പറ. പഞ്ചിക്കാത്ത മണമേക്കാതെല്ലാം പുതിയൊരു പാട്ടൊന്ന് പഠിക്കാം മനു. ഓക്കെ ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടാ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പാട്ട് മനസ്സിലായോ ചോദിച്ചത്? മലമേക്കാവില്. മനസ്സിലായോ? പിന്നെ തീർച്ചയായും 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 പാടിക്കൊടുക്കാലോ. പിന്നെ തീർച്ചയായും. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു താങ്ക് യു. എനിക്ക് തോന്നുന്നു വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് പ്രത്യേകം പറയുന്നത്, കോള് കണക്ട് ആവുമ്പോൾ ടിവിയുടെ വോളിയം കുറച്ച് വെക്കണം, ലേറ്റൻസി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്, തിരിച്ച് സംസാരിക്കുന്നതിനൊക്കെ. എനിവേ, ഏത് പാട്ടാ ചോദിച്ചേ നമ്മുടെ മോഹനൻ ചേട്ടൻ? മലമേക്കാവമ്പലം ഞാൻ ചെയ്തൊരു മ്യൂസിക് ചെയ്തൊരു ഗാനമാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. മോഹനൻ ചേട്ടന് വേണ്ടി. സ്വരരാഗലയ താളമുണരുമ്പോൾ അകതാരിൽ തെളിയുന്നു നിൻ രൂപം. സ്വരരാഗലയ താളമുണരുമ്പോൾ അകതാരിൽ തെളിയുന്നു നിൻ രൂപം. പുലർമഞ്ഞു പൊഴിയുന്ന നേരത്തു നിൻ മലർമാലയണിയിക്കാം നിൻ ചാരേ, മലർമാലയണിയിക്കാം നിൻ ചാരേ. സ്വരരാഗലയ താളമുണരുമ്പോൾ അകതാരിൽ തെളിയും നിൻ രൂപം. ഇത് വൈഫാണ് ഈ പാട്ട് എഴുതിയത്. ഓ, അത് ശരി. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബം മുഴുവൻ കലാകാരന്മാരാണ്. ശരി, പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഇപ്പം ഒരു നിലവിൽ ഒരു അയ്യപ്പ ഭക്തിഗാനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ക്രിസ്തീയ ഗാനം ചെയ്യുന്നുണ്ട്. ഈസ്റ്റർ ടൈമിലേക്ക് നമ്മളിപ്പോഴും റെഡി ആവുകയാണ് അതിനു വേണ്ടി. ശരി, ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് പാടണ്ടേ? പിന്നെ തീർച്ചയായും. അമ്മയാണ് സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത്, ജീവിത വിജയത്തിനെല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുത്തല്ലോ. അമ്മ என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லை. நேரில் நின்று பேசும் தெய்வம்
பெற்றதாயன்று வேறொன்று ஏது அம்மா என்றழைக்காது உயிரில்லையே அம்மாவை வணங்காது ഉയർവില്ലേ. നമുക്കൊരു കോളുണ്ട്. ഓക്കെ. ഹായ്, നമസ്കാരം. കൂട്ടുകാർ പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, അടുത്ത കോട്ടയത്ത് നിന്ന് കേട്ടോ. ഹലോ ഹലോ. ആ സാബു. കേൾക്കാമോ? ഹലോ സാബു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. കോട്ടയംകാരനായ അറിയാമോ സാബു? മനോജ് തിരുമംഗലം എന്റെ സുഹൃത്താണ്. സംസാരിച്ചോളൂ. ചെറുപ്പം പോലെ എനിക്കറിയാം. മനോജ് ഞാൻ നമ്മുടെ തൃപ്പള്ളിയിലുള്ളതാണ്. പറഞ്ഞോളൂ. മനുവിനെ എന്നെ കണ്ടാ അറിയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും വളരെ നല്ല സിംഗേഴ്സ് ആണ്. അപ്പൊ കേട്ടോ, നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. കണ്ണിലുണ്ണികളാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങള് പുതുപ്പള്ളിക്കാരെന്നല്ല, ഞങ്ങളുടെ പ്രദേശങ്ങളിലെ വളരെ നല്ല, അതായത് പ്രാദേശിക സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്. ശരി. അപ്പം അതായത് അവരുടെ സ്വഭാവം, അവരുടെ ചിരിയാണ് ആ പാട്ടിന് ഏറ്റവും മധുരം കൊടുക്കുന്നത്. അത് തന്നെ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇഷ്ടമുള്ള സ്വഭാവമാണ്. നല്ല കുട്ടികളാണെന്നാ പറഞ്ഞേ. അപ്പോ ശരി, നാട്ടിലെ പ്രധാനിയായ പയ്യൻ ഏത് പാട്ട് പാടിത്തരണം? അപ്പൊ ചോദിച്ച പാട്ട് പാടിത്തരാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അറിയാമല്ലോ. മെല്ലെ മെല്ലെ മുഖപടം പാടിത്തരാട്ടോ ആ പാട്ട്. തീർച്ചയായും പാടിത്തരാം. ശരി സാബു, ബൈ. എന്തായാലും സന്തോഷായില്ലേ? നാട്ടുകാരൊക്കെ ഇത്രയും സ്നേഹിക്കുന്നു എന്നറിയുമ്പോ പാടിക്കോ. ആ സന്തോഷത്തോടെ തന്നെ പാടിക്കോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി ഉടഞ്ഞതാരു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞ താരോ. മനു, നമ്മൾ കൊറേ നേരം കൊണ്ട് ഇങ്ങനെ മെലഡി സോങ്സ് ഒക്കെ പാടുന്നത്. നമുക്ക് ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു നാടകഗാനോ അങ്ങനെ എന്തെങ്കിലും പാടി. നാടകഗാനം പാടാം. ചില്ലിമുളം കാടുകൾ. അത് സ്റ്റേജുകളിൽ അലക്കി പാടുന്ന പാട്ടായിരിക്കും. പാടിക്കോളൂ. ഓക്കെ. ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ചില്ലിമുളം കാടുകളിൽ വള്ളലലം പാടി വരും തെന്നലേ തെന്നലേ. പ്രധാനപ്പെട്ട പ്രൊഫഷൻ സിംഗിങ്ങിനോടൊപ്പം തന്നെ ഡിസൈനിങ് ആണ്. അതാണ് പ്രശ്നം. ഞാൻ അതിപ്പോ ആലോചിച്ചോണ്ടിരുന്നത്. ഡിസൈനിങ് ആണ്. ഞാൻ എഡിറ്റിംഗ് ആയിരുന്നു ആദ്യം. അതിൽ നിന്ന് പിന്നെ ഡിസൈനിങ്ങിലോട്ട് തിരിഞ്ഞു. കല്യാണം ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകും. അതെ, കല്യാണം വെഡിങ് ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട്. അതാണ് രസം. ഈ ഡിസൈനിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ സ്റ്റേജ് പരിപാടിയൊക്കെ വരുമ്പോ അതൊക്കെ ഇട്ടിട്ടങ്ങ് പോവോ?
രണ്ടും മെയിൻറ്റെയിൻ ചെയ്തു പോകും. അല്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഫോട്ടോ ഒക്കെ എടുക്കും, പിന്നെ ഈ ആൽബം കിട്ടാൻ ഭയങ്കര ലേറ്റ് ആവും. ഒരാളാണോ? ഒരുപാട് പരാതിയുണ്ട്. പാടാൻ പോകും അല്ലേ? വിളിച്ചപ്പം പാടാൻ പോകും. ചില കല്യാണത്തിന് പോകുമ്പോഴേക്കും ഫോട്ടോയും ഗാനങ്ങളും ഒന്നിച്ചായിരിക്കും തരുന്നത്. അപ്പൊ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പാട്ട് പാടും, രണ്ടാമത് എടുക്കുമ്പോൾ പോയി പാടും. അതേ ഉള്ളല്ലോ. എന്തായാലും രസകരമായിരിക്കുന്നു അനുഭവങ്ങളൊക്കെ. പിന്നെ ഇനി എന്താ അംബീഷൻ? എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം? എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ ഒരു പടത്തിൽ പാടണം, അല്ലെങ്കിൽ പടത്തിൽ പാടുന്നതിലുപരി എനിക്കൊരു സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം സിനിമകളിൽ പാടിക്കഴിഞ്ഞല്ലോ? ചേട്ടൻ പാടിയിട്ടുണ്ട്. ചേട്ടൻ 3 പടത്തിലോളം പാടി, 3-4 പടത്തിൽ അഭിനയിച്ച്. ശരി. പിന്നെ എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഗോപൻ പനിച്ചിക്കാടെന്ന് പറഞ്ഞ്. അപ്പം അദ്ദേഹത്തിനോട് ഞാനൊരു ഗാനം പാടിച്ചിട്ടുണ്ട് നിലവിലിപ്പം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഞാൻ പാടി കഴിഞ്ഞ ദിവസം. അപ്പം സംഗീത സംവിധായകനാകാൻ കൂടുതൽ ഇഷ്ടം സംഗീത സംവിധായകനാകാനാണ്. അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ അങ്ങനെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനായി, അതായത് സിനിമയിലൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തത് ഏത് പാട്ടാണ്? ഒരു ഹിന്ദി പാട്ട് പാടിയാലോ? ഹിന്ദി പാടാം. ഹിന്ദി പാടിയില്ല നമ്മൾ? അതെ, തീർച്ചയായും. ജബദീപ് ചലയാന. ഡി ആണേ. जबदीप चले आना, जब शाम तले आना, जबदीप चले आना, जब शाम तले आना, संकेत मिलन का भूल न जाना, मेरा प्यार ना बिसराना, जब दीप चले आना, जब शाम तले आना. मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा, मैं पलकन डगर बुहारूंगा, तेरी राह निहारूंगा, मेरे पिता काजल तुम अपने नैनों में मले आना, जब दीप चले आना, जब शाम तले आना. എനിവേ സംഗീതം പഠിക്കാതെ സ്റ്റേജിലൊക്കെ പാടുന്ന ഒരു ഗായകനാണ്. സംഗീതം പഠിക്കണം തോന്നിയില്ലേ? സംഗീതം പഠിക്കണം തോന്നിയിട്ടുണ്ട്, പക്ഷേ സാഹചര്യം. അപ്പൊ ഇനിയുണ്ട് സാഹചര്യം, അങ്ങനെ പറയരുത് കേട്ടോ. അങ്ങനെ സാഹചര്യത്തെ കുറ്റപ്പെടുത്തരുത്. ഇത്രയും നന്നായിട്ട് പാടുന്ന, ഇത്രയും സ്റ്റേജുകൾ കിട്ടിയ സംഗീത സംവിധായകനാകാൻ കൂടുതൽ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരാള് സംഗീതം പഠിക്കാൻ സമയം കിട്ടില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ശരി, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പൊ ഏത് ഒരു നല്ലൊരു പാട്ട് പാടിക്കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏത് പാട്ടാണ്? ഒരു പുഷ്പം മാത്രമേ. ഓക്കെ ഓക്കെ, പാടിക്കോളൂ. ഡി മേജർ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതികൂടമെന്നോടെ ആരാമത്തിൽ
ആദികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടോ, സ്വപ്നങ്ങൾ കണ്ടോ നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിടത്താം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അപ്പം എനിവേ നല്ലൊരു പാട്ട് പാടി നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹമുള്ള എല്ലാ ഫീൽഡിലും നല്ല നല്ല ചാൻസസ് ഒക്കെ കിട്ടട്ടെ. വീണ്ടും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. ഒരുപാട് നന്ദി. നന്ദി. നമസ്കാരം. പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.